ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കുട്ടികളുടെ ഒരു ഷ്രഗാണ്. ഒരു ബൊലേറോ ഷ്രഗ്. ഈ ഫ്രോക്ക് ഞാൻ തയ്ക്കുന്നത് മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് പോയി കാണണം. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ പാർട്ട് 2 ആയ ഷ്രഗാണ്, അതായത് ഓവർകോട്ടാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ ലൈനിങ് കട്ട് ചെയ്യാം. അപ്പോൾ ലൈനിങ് ഞാൻ കോട്ടൺ തുണിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലൈനിങ് എടുത്തിട്ട് നമുക്ക് 4ആയിട്ട് മടക്കാം. നമുക്ക് ആവശ്യമുള്ള വീതിയിൽ, അപ്പോൾ കുട്ടികൾക്കാകുമ്പോൾ ഒരുപാട് വീതിയിൽ മടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്ര ആവശ്യമുള്ള വീതിയിൽ ഇതുപോലെ 4ആയിട്ട് മടക്കാം. ഞാൻ 4ആയിട്ട് മടക്കിയതിന് ശേഷം നമുക്കിതിന് അളവുകൾ അടയാളപ്പെടുത്താം. ആദ്യം നമ്മളുടെ ഇറക്കം, അതായത് ഈ കോട്ടിൻ്റെ ഇറക്കം എത്രയാണോ വേണ്ടത് അതിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് അടയാളപ്പെടുത്താം. ഞാനിവിടെ ഇറക്കം 9 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം നമുക്ക് ആ ലൈൻ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കാം. ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ ഞാൻ 5.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അവിടെ നിന്ന് താഴേക്കും 5.5 ഇഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. നമുക്ക് കൈക്കുഴി ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. ഇനി നമുക്ക് ആ ഒരു ലൈനിൽ തന്നെ ചെസ്റ്റ് സൈസ് അടയാളപ്പെടുത്താം. ചെസ്റ്റ് സൈസ് ഞാൻ 7 ഇഞ്ചാണ് എടുക്കുന്നത്. അതിനുശേഷം വേസ്റ്റ് മെഷർമെൻറ്റ് 6 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. വേസ്റ്റ് മെഷർമെൻറ്റ് നമ്മൾ ഇറക്കം അടയാളപ്പെടുത്തിയ ആ ഒരു ലൈനിലാണ് അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം നമുക്ക് ആ ലൈന് കൂട്ടി യോജിപ്പിച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. എക്സ്ട്രാ 1.5 ഇഞ്ച് എടുത്തിട്ട് കട്ട് ചെയ്യാനുള്ള പോർഷൻ വരയ്ക്കാം. ഇനി നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം. ഞാനിവിടെ ഫ്രണ്ട് നെക്ക് ആണ് ഇതിൽ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നെക്ക് വിടുത്ത് ഞാൻ 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. ശേഷം ഫ്രണ്ട് കഴുത്ത് നമ്മൾ എടുക്കുന്നത്, അതായത് ഓപ്പൺ ജാക്കറ്റാണല്ലോ നമ്മൾ തയ്ക്കുന്നത്, അപ്പോൾ ഫ്രണ്ട് കഴുത്ത് കുറച്ച് ഇറക്കത്തിലെടുക്കുക. ഞാനിവിടെ 6 ഇഞ്ചോളം താഴത്തേക്ക് ഇറക്കി അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ നെക്ക് എടുത്ത് അടയാളപ്പെടുത്തിയ പോയിന്റിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് ഒരു ലൈൻ വരയ്ക്കുക. ഇതുപോലെ ഒന്ന് ചരിച്ച് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു കർവ് കൊടുത്തിട്ടാണ് നമ്മൾ കോട്ട് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു ലൈനിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഈ ഒരു ലൈനിലേക്ക് ഒന്ന് കർവ് കൊടുത്തിട്ടൊന്ന് വരച്ചു കൊടുക്കുക, ഷേപ്പ് ചെയ്തിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരയ്ക്കാം. നിങ്ങൾക്ക് ഈ കർവ് അല്ലെങ്കിൽ അതുപോലെ ഒരു സ്ക്വയർ പോലെ വരച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു കർവ് വരച്ചു കൊടുക്കാം ഷേപ്പ് ചെയ്തിട്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ആദ്യം അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പാനലും ബാക്ക് പാനലും സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ശേഷം അവിടെ ഒരു ചെറിയ കട്ടിങ് കൊടുക്കുക, നെക്ക് എടുത്ത് ബാക്ക് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. ശേഷം ബാക്ക് പാനൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ഫ്രണ്ട് പാനൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ 2 പീസ് നമുക്ക് കിട്ടും. ഇനി നമുക്കതുപോലെ തന്നെ ബാക്ക് കഴുത്തും കട്ട് ചെയ്യാം. ബാക്ക് കഴുത്ത് നമ്മൾ നെക്ക് എടുത്ത് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഒന്ന് താഴത്തേക്ക് ചെറുതായിട്ടൊന്ന് കർവ് വരച്ച് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം. സ്ലീവ്സ് ഞാൻ മെയിൻ തുണിയിൽ തന്നെ കട്ട് ചെയ്യുന്നത്. സ്ലീവ്സിന് ഞാൻ ലൈനിങ് വയ്ക്കാതെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തുണി 4ആയിട്ട് മടക്കാം. തുണി 4ആയിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം. സ്ലീവ്സ്
ഇതിൻ്റെ ഇറക്കം ഞാനിവിടെ സ്ലീവ്സിൻ്റെ ഇറക്കം ഞാനിവിടെ 3 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ചെറിയ സ്ലീവ്സാണ് വയ്ക്കുന്നത്. ശേഷം അവിടെ നിന്ന് സ്ലീവ്സിൻ്റെ അതായത് കൈക്കുഴിയുടെ വീതി ഞാൻ 5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് താഴേക്ക് ഒരു 1.5 ഇഞ്ചോളം താഴ്ത്തി അടയാളപ്പെടുത്താം. എന്നിട്ടൊരു കർവ് വരച്ചെടുത്ത് ഇതുപോലെ ഒരു ചെറിയ കർവ് കൊടുത്തിട്ട് കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കും. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ജാക്കറ്റിൻ്റെ ഫ്രണ്ട് പാനൽ തയ്ക്കാം. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ലൈനിങ് പീസ് എടുത്തിട്ട് അതായത് ഫ്രണ്ട് പാനലിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഈ നമ്മുടെ മെയിൻ തുണിയിലെ നല്ല വശത്ത് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. അതായത് നമ്മൾ ആ കർവ് കൊടുത്ത് വെച്ച ആ ഫ്രണ്ടിലെ ആ കട്ടിങ് ഭാഗത്ത് ഇതുപോലെ തയ്ച്ചു കൊടുക്കാം. ഇനി സ്ലീവ്സ് വയ്ക്കാത്ത ജാക്കറ്റ് ആണെങ്കിൽ കൈക്കുഴിയുടെ ഭാഗം കൂടി അങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഞാനിവിടെ സ്ലീവ്സ് വയ്ക്കുന്നതുകൊണ്ട് ആ ഭാഗം തയ്ക്കുന്നില്ല. എന്നിട്ട് ഇതുപോലെ ഫ്രണ്ടിലെ ഓപ്പൺ സൈഡ് തയ്ച്ചു കൊടുക്കാം. നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് തയ്ക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. നമ്മൾ തയ്ച്ച വശം ഇതുപോലെ ഷേപ്പിൽ കട്ട് ചെയ്യാം. അതിനുശേഷം അതിന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ലൈനിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കട്ടിങ് ഇട്ട് കൊടുക്കുക. നെക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ സ്റ്റിച്ച് ലൈൻ ക്രോസ് ചെയ്യാതെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കത് നല്ല വശത്തേക്ക് മറിച്ചിടാം. അതുപോലത്തെ നല്ല വശത്തേക്ക് മറിച്ചിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്യാം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതുപോലെ നല്ല വശത്തേക്ക് മറിച്ചിട്ട് എന്നിട്ട് നമുക്ക് അതിൻ്റെ എഡ്ജിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിൻ്റെ എഡ്ജിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കൈക്കുഴിയുടെ ഭാഗം ഒന്ന് ലൈനിങ്ങും മെയിൻ തുണിയും കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക റഫായിട്ട്. എന്നിട്ട് നമുക്കത് അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം.
അടുത്ത ഭാഗം ഇതേപോലെ തന്നെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഇതേ മെത്തേഡ് തന്നെ ഉപയോഗിച്ചിട്ട് ആദ്യം ആ ഓപ്പൺ സൈഡ് തയ്ച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് മറിച്ചിടാം. നമ്മളുടെ ഫ്രണ്ട് പാനലിൻ്റെ രണ്ട് സൈഡും ശരിയായിട്ടുണ്ട്. അതുപോലെ രണ്ട് സൈഡും ഫ്രണ്ട് പാനലിൻ്റെ ശരിയായി. ഇനി അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാനലിൽ തയ്ച്ചു കൊടുക്കാം. ബാക്ക് പാനലിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് പീസ് എടുത്തിട്ട് ഇതുപോലെ തന്നെ നേരത്തെ നമ്മൾ അറ്റാച്ച് ചെയ്ത പോലെ തന്നെ നല്ല വശങ്ങൾ ചേർത്തിട്ട് നെക്ക് ഭാഗം തയ്ച്ചു കൊടുക്കാം. ഇനി നമ്മൾ നെക്ക് തയ്ച്ചതുപോലെ തന്നെ ബാക്ക് പാനലിൻ്റെ താഴെ ഭാഗം തയ്ച്ചു കൊടുക്കുക. മറിച്ചിടുന്നതിന് മുന്നായിട്ട് തന്നെ ഇതുപോലെ താഴെ ഭാഗം നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതേ ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കുക. അതായത് ലൈനിങ് ഇത് അതേ ഷേപ്പിൽ നമുക്ക് നെക്കും ബാക്കിയുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്കിൻ്റെ അവിടെ അതുപോലെ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് അതിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ നല്ല വശത്തേക്ക് മറിച്ചിടാം. ഇതുപോലെ അപ്പോൾ നമ്മുടെ ബാക്ക് പാനലും ശരിയായി. ഇനി നമുക്കത് അതിൻ്റെ എഡ്ജിൽ കൂടെ നെക്കിൻ്റെ അതുപോലെ തന്നെ താഴ്വശത്തും എഡ്ജിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ താഴ്വശം അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാക്ക് പാനലും ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാനലും ബാക്ക് പാനലും കൂടി കൂട്ടി യോജിപ്പിക്കാം. ഇത് ഷോൾഡറിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്യാം. ഇതുപോലെ
ജാക്കറ്റിൻ്റെ നല്ല വശങ്ങളും ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്യും. ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം. സാധാരണ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലീവ്സ് എടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം സ്ലീവ്സിൻ്റെ താഴെ ഭാഗം നമുക്കിതുപോലെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന്, ഒരുപാട് രീതിയിൽ മടക്കണ്ട, ചെറുതായിട്ടുള്ള പോലെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ സ്ലീവ്സും അറ്റാച്ച് ചെയ്യാം. ഇനി നമുക്ക് രണ്ട് സൈഡും കൂട്ടി യോജിപ്പിക്കാം. അതായത് സ്ലീവ്സിൽ നിന്ന് തുടങ്ങി താഴെ നമ്മളുടെ റിസ്റ്റ് വരെ ഇതുപോലെ കൂട്ടി യോജിപ്പിച്ച് തയ്ക്കാം. ഇതുപോലെ രണ്ട് സൈഡും തയ്ച്ചു കൊടുക്കാം.